السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വലിയ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ഈ മഹൽ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് കഷ്ടതയിലും പ്രയാസത്തിലും അനുഭവിക്കുന്ന നമ്മുടെ സഹോദര സഹോദരിമാർക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവിധ രക്ഷയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഒരു നിശ്ചിത അവധി വരെ അടച്ചിരിക്കുകയാണ്. പ്രൈമറി തലം മുതൽ സെക്കൻഡറി സ്കൂൾ വരേക്കും ഒരു നിശ്ചിത സമയം വരെ, ഒരു നിശ്ചിത ഡേറ്റ് വരെ നമ്മുടെ സ്കൂളുകളും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പ്രധാനമായും രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ചില ആശങ്കകളും ചില ആദികളുമുണ്ട്. അവധിക്കാലമാണ്, അത് വെറുതെ കളയാനുള്ളതല്ല. നമ്മുടെ മക്കളുടെ കാര്യം കൃത്യമായി കൊണ്ട് തന്നെ ഓരോ രക്ഷിതാവും നിർബന്ധമായും ആ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അതിനൊക്കെ തക്കതായ രീതിയിൽ നമ്മൾ ഓരോരുത്തരും മറുപടി പറയേണ്ടി വരും. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകിയ ആയുസ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒഴിവ് സമയങ്ങളിലൂടെ വളരെ കുറഞ്ഞ രീതിയിൽ അള്ളാഹുവിന് ഇബാദത്തുകളുമായി കഴിച്ചുകൂടുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടത്, ഓരോ ആളുകളും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിൻ്റെ പേരിലൊക്കെ നമ്മൾ വിഷമിക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയും കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് രണ്ട് അനുഗ്രഹത്തിന്റെ പേരിൽ അധികം ആളുകളും അശ്രദ്ധരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അസ്സിഹത്തു, ഒന്നാമത്തത് അവന്റെ ആരോഗ്യമാണ് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആരോഗ്യം നല്ലതായ രീതിയിൽ അള്ളാഹുവിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി കൊണ്ട് അതിൽ നിന്ന് വിരമിച്ചുകൊണ്ടും അതിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം നമ്മളിൽ നിന്ന് നല്ല രീതിയിലായിരിക്കും നഷ്ടപ്പെട്ടു പോവുക. അല്ലാതെ പൂർണ്ണമായി കൊണ്ട് ഹറാമുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതവും നല്ലൊരു ആയുസ്സും നല്ലൊരു ആരോഗ്യമാണ്. ആ ആരോഗ്യം നല്ലതായ രീതിയിൽ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലൂടെ ചെലവഴിച്ചു പോകുന്ന സമയത്ത് ആ ആരോഗ്യം എന്ന് പറയുന്ന ആ അനുഗ്രഹമുണ്ടല്ലോ, അതിന്റെ പേരിൽ നമ്മൾ ഓരോരുത്തരും അതിന്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ടി വരും. രണ്ടാമത്തതായ കാര്യം എന്ന് പറഞ്ഞാൽ അൽ ഫറാഖു, അവന്റെ ഒഴിവ് സമയം. ആ ഒഴിവ് സമയവും അവന്റെ ആരോഗ്യ സമയവും നല്ലതായ രീതിയിൽ നമ്മൾ ചെലവഴിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട റൂട്ടിലൂടെ, അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിലൂടെ അതിനെ കൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ നമ്മൾ അതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഒഴിവ് സമയമാണ്, അതുപോലെ നമ്മുടെ പെൺമക്കൾക്ക് ഒഴിവ് സമയമാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് നല്ല ക്രിയാത്മകമായ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ റബ്ബിന്റെ പേരിൽ നമ്മൾ അതിന്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ടി വരും. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് കൊടുക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ, നമ്മൾ ക്രിയാത്മകമായ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒഴിവ് സമയമാണ്.
കുട്ടികളെല്ലാവരും മൊബൈലിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു വീട്ടിൽ ജനസംഖ്യകളെക്കാളും കൂടുതൽ മൊബൈൽ ഉപയോഗം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആരോഗ്യപരമായ ബുദ്ധിപരമായ കാര്യങ്ങൾ മൊബൈൽ കാണുകളിലൂടെ അമിതമായ ഉപയോഗങ്ങളിലൂടെ കുട്ടികൾ അതിന് കീഴടങ്ങി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കുട്ടികൾക്ക് ഒരുപാട് തകരാറ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, മൊബൈലിൽ അഡിക്റ്റ് ആയതിന്റെ പേരിൽ, മൊബൈൽ ഉപയോഗിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിൽ ഈ അടുത്ത വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടതല്ലേ ഒരു ചെറിയ കുട്ടി ആത്മഹത്യ ചെയ്തത്. അതുപോലെ മറ്റുള്ള തിന്മകളിലേക്കൊക്കെ നമ്മുടെ മക്കൾ കടന്നു പോവാനും അത് അവരൊക്കെ അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മൊബൈലാണ്. കണിശമായി കൊണ്ട് തന്നെ മൊബൈലിന്റെ ദുരുപയോഗം കൃത്യമായി കൊണ്ട് തന്നെ എന്റെ രക്ഷിതാക്കൾ അതിന്റെ പേരിൽ കുട്ടികളുടെ ആ കാര്യം, മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യം കൃത്യമായി കൊണ്ട് തന്നെ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അപ്പോൾ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ കുട്ടികൾക്ക് ക്രിയാത്മകമായ എന്തെങ്കിലും പരിപാടികൾ, ഒന്നെങ്കിൽ നമ്മൾ വീടുകളിൽ നമ്മളെ കൃഷിയുമായിട്ട് ബന്ധപ്പെടുക. കൃഷിയുമായി ബന്ധപ്പെടുമ്പോൾ, മണ്ണുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഈ ആധുനിക പാഠങ്ങൾ പറയുന്നത് കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മണ്ണുമായി കുട്ടികൾക്ക് യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ടിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ചെറിയ മക്കൾക്ക് പോലും, ചെറിയ കുട്ടികൾക്ക് എന്നാൽ വേണ്ട നമുക്ക് പോലും ഒരുപാട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പനി വരേക്കും ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രതിരോധ ശേഷി കുറഞ്ഞത് കൊണ്ടിട്ടാണ്. ആധുനിക പഠനം പറയുന്നത് മണ്ണുമായി കൊണ്ട് കുട്ടികൾ ബന്ധപ്പെടലോടുകൂടി കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കൂടും എന്ന് ആധുനികമായ പഠനം പഠിപ്പിക്കുകയാണ്. അതേപോലെ കുട്ടികളെ പഠിപ്പിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലിമു അബ്നാഅകും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അസ്വിബാഹ, നീന്തൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ വറമ്യ, അമ്പെയ്ത്തിനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് അപകട സാധ്യതകൾ കൂടുതൽ ഉണ്ടാകുന്ന സാഹചര്യം ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അത് കുട്ടികളുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നീന്തലും അതുപോലെ അമ്പെയ്ത്തും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുട്ടികളെ ക്രിയാത്മകമായി കൊണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ നടത്തുന്ന ജോലികളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. പ്രത്യേകിച്ച് പെൺമക്കളെ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത്, ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഈ ഒഴിവ് സമയങ്ങളിൽ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം, അത്തരം കാര്യങ്ങളിൽ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തുകയും അതിനെ നിങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അതേപോലെ നേരത്തെ എണീപ്പിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. കുട്ടികളെ നേരത്തെ തന്നെ എണീപ്പിക്കുന്ന ഒരു ശീലം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കണം. പരീക്ഷ വരുന്ന സമയത്ത് ട്യൂഷൻ സെന്ററിലാവട്ടെ അതുപോലെ സ്കൂളുകളിലാവട്ടെ പരീക്ഷകൾ വരുന്ന സമയത്ത് അവർ 4 മണിക്കും 4:30 മണിക്കൊക്കെ അവർ അതിന് വേണ്ടി സമയം കളഞ്ഞുകൊണ്ട് അവർ എണീറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂൾ പൂട്ടിയപ്പോ കുറച്ചും കൂടി നീ ഉറങ്ങിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് കൃത്യമായി കൊണ്ട് തന്നെ കുട്ടികളെ വളരെ നേരത്തെ തന്നെ സുബഹിക്ക് ആക്കാത്ത രീതിയിലുള്ള നേരത്തെ തന്നെ എണീറ്റ്, എന്നാൽ വേണ്ട തഹജ്ജുദിന്റെ സമയത്ത് തന്നെ കുട്ടികളെ എണീപ്പിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 മാസമാണ് കുട്ടികൾക്ക് വെക്കേഷൻ സമയമുള്ളത്. ഈ സമയത്ത് തഹജ്ജുദ് പോലത്തെ അതുപോലെ ദുഹാ നിസ്കാരം പോലത്തെ നല്ല നല്ല കാര്യങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ തുടർന്നും അവർ കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, സ്നേഹത്തോടു കൂടി അറിയിക്കാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ നേരത്തെ എണീറ്റുകൊണ്ട് ആത്മീയമായ കാര്യങ്ങളിലൊക്കെ കുട്ടികളെ കൃത്യമായി കൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ ഓരോ രക്ഷിതാക്കളും ജോലിക്ക് പോകുന്ന ആളുകളാണല്ലോ. കുട്ടികൾക്ക് ഇന്ന് പൈസയുടെ വില എന്താണെന്ന് അറിയുന്നില്ല. ചോദിക്കുന്ന പൈസ എത്രയാണ് എങ്കിലും ചോദിക്കുന്നതിനേക്കാളും പൈസ ഇട്ടുകൊടുക്കുന്ന ഒരു സിസ്റ്റം, അതേപോലെ ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് എങ്കിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കഷ്ടപ്പാട്, പ്രയാസങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ല എങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മൾ ചെയ്യുന്ന ജോലി കാണിച്ചു കൊടുത്ത് കുട്ടികൾക്ക് പൈസയുടെ മൂല്യം, പൈസയുടെ വില എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം.
അതേപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒഴിവ് സമയമാണ്. കുട്ടികൾക്ക് വായനാശീലം ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന് വായന പൂർണ്ണമായും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. വായന ഉണ്ടായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ വളരും, അല്ല എങ്കിൽ ആ മനുഷ്യൻ വളയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വായനാശീലം നമ്മൾ ഉണ്ടാക്കുക. കൃത്യമായി കൊണ്ട് തന്നെ ഇസ്ലാമികമായ ഒരുപാട് കൃതികള്, അതുപോലെ മറ്റുള്ള മാസികകള്, അതുപോലെ കുരുന്നുകൾ പോലത്തെ നല്ല നല്ല കാര്യങ്ങള്, പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്ക് വായിക്കാനുള്ള ശീലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മറ്റുള്ള ബിദഈ ആശയമുള്ള ഒരു പുസ്തകം പോലും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഉസ്താദ് ഏതായാലും പള്ളിയിൽ നിന്ന് പറഞ്ഞതാണ് വായനാശീലം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട്. ബിദഈ ഗ്രന്ഥങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കയറ്റാനല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമികമായി ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞതുപോലെ സുന്നി വിഭാഗത്തിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല നല്ല മാസികകളുണ്ട്. ആ മാസികകളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ മറ്റൊന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആത്മീയമായ ഒരു ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക. നിസ്കാരം കൃത്യമായി കൊണ്ട് തന്നെ നിസ്കരിപ്പിക്കുന്ന ഒരു ശീലം. നമ്മുടെ വെക്കേഷൻ സമയമാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആൺകുട്ടികളെ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞയക്കുക, ഒപ്പം കൊണ്ടുവരിക. അതേപോലെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പെൺകുട്ടികൾക്ക് ഉമ്മമാരോടുകൂടെ വല്യുമ്മമാരോടുകൂടെ ജമാഅത്ത് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആത്മീയമായ ചിട്ട ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം വളരെ മുബാറക്കായ സമയമാണ്. നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്റെ മുമ്പിൽ പ്രായം ചെന്ന ആളുകളാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ പഴമയിലുള്ള നമ്മുടെ ഉമ്മമാര്, നമ്മുടെ വല്യാപ്പമാര് നമ്മളെ പോറ്റിയ ഒരു സംഭവമുണ്ട്. ഇശാ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കളി വിനോദങ്ങളിൽ നിന്നും പൂർണ്ണമായും വന്നുകൊണ്ട് കുളിയും മറ്റും എല്ലാം കഴിഞ്ഞുകൊണ്ട് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഇശാ വരെ, അല്ലെങ്കിൽ വേണ്ട ഒരു 8 മണി 9 മണി വരേക്കും മദ്രസകളിൽ പഠിക്കുന്ന പാഠപുസ്തകങ്ങള്, അതുപോലെ ദിക്റുകള്, അദ്കാറുകളുമായി കൊണ്ട് നടന്ന ഒരു പൈതൃകമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാം എടുത്തു കളയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എങ്കിൽ ഈ വെക്കേഷൻ സമയങ്ങളിൽ കുട്ടികൾക്ക് ആത്മീയമായ ഒരു നല്ലൊരു ചിട്ട നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. കുട്ടികളോട് ഫ്രണ്ട്ഷിപ്പിലൂടെ സ്നേഹബന്ധങ്ങളിലൂടെ നമ്മൾ അവരോട് പെരുമാറുക. 2 മാസക്കാലം നല്ല ഫ്രണ്ട്ഷിപ്പോടുകൂടി നല്ല സ്നേഹത്തോടുകൂടി നമ്മൾ അവരോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അവരോട് നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ അവർ എന്ത് ചെയ്യൂല, അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള രഹസ്യങ്ങൾ അവർ കൊണ്ട് നടക്കൂല. അവരോട് സ്നേഹം കുറഞ്ഞതിന്റെ പേരിലാണ് മറ്റുള്ള ആളുകളിലേക്ക് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ ഉമ്മയും തന്റെ ഉപ്പയും മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം പൂർണ്ണമായി കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കൊടുക്കുക. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാമൂഹികമായ ഒരു പ്രതിബദ്ധത ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ ഓരോരുത്തരും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. മറ്റുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ചേർത്തി പിടിക്കുന്ന ആളുകളായിരിക്കും. അതൊക്കെ നമ്മുടെ മക്കൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് ഓരോ പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ആളുകളിലേക്ക് കൊണ്ടുപോയി, പ്രത്യേകിച്ച് വൃദ്ധസദനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി കൊണ്ട് ഇവർക്ക് അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. അതേപോലെ വലിയ വലിയ ടൂറുകൾ പ്ലാൻ ചെയ്യുന്നതിന് പകരം നമ്മുടെ അകലെയായിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ പല ആളുകളും വിദൂര ദിക്കുകളിൽ ഉണ്ടാവും. അവരിലേക്ക് പോയിക്കൊണ്ട് ടൂറാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സ്നേഹബന്ധങ്ങൾ, ഇത് നിന്റെ വല്യാപ്പയാണടാ, അല്ലെങ്കിൽ വേണ്ട അത് നിന്റെ മൂത്താപ്പയാണ്, നിന്റെ എളാപ്പയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹബന്ധത്തിന് നല്ല രീതിയിൽ ഒഴിവ് സമയമാണ്, സ്നേഹബന്ധം നിലനിർത്തട്ടെ, സ്നേഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കുക. അതിലുപരി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയൊക്കെ വല്യാപ്പമാര്, അല്ലെങ്കിൽ നമ്മുടെ വല്യാമ്മമാര്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇന്ന് 6 അടി മണ്ണിലുണ്ടാകും. നമ്മുടെ മക്കൾക്ക് ആരാണെന്ന് പോലും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് അവരുടെ ഖബറുകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം അത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കണം. അതൊക്കെയാണ് ഒഴിവ് സമയങ്ങളിൽ ഓരോ ആളുകളും പ്രധാനമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു ഫിസിക്കലി അറ്റാച്ച്മെന്റ് കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ കാര്യങ്ങൾ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ഓരോ ആളുകളും ശ്രദ്ധിക്കുക.
അതേപോലെ വൈകി എണീക്കുന്നത് നമ്മൾ പൂർണ്ണമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികളെ നേരത്തെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലുപരി പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കൂട്ടുകെട്ട് നന്നാക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ കൂട്ടുകെട്ട് മോശമാണോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അഥവാ മോശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് കുട്ടികളെ മാറ്റി നല്ലൊരു സ്ഥാപനങ്ങളിലേക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചതിന്റെ ശേഷമേ നിങ്ങൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ മോശപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കളും മോശപ്പെട്ടു പോകും. ഇന്ന് പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും കുട്ടികൾ നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൂട്ടുകെട്ടാണ്. കൂട്ടുകെട്ട് നന്നായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും നന്നാവും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് തന്നെ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ഇതൊക്കെ പറഞ്ഞു തരൽ എൻ്റെ കടമയാണ്, കടപ്പാടാണ്. സമയത്തിന്റെ ദൈർഘ്യം ആരും മനസ്സിലാക്കിക്കൊണ്ട് ഈ നല്ല രീതിയിലുള്ള ഈ സമയത്ത് ഇത്രയും സമയം ഞാൻ പിടിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മക്കളുടെ പേരിൽ ഒരാളും വിഷമിക്കാൻ പാടില്ല, ഒരാളും സങ്കടപ്പെടാനില്ല. മക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകിയ അമാനത്താണ്. അത് നല്ല രീതിയിൽ നമ്മൾ കൊണ്ട് നടന്നിട്ടില്ല എങ്കിൽ ഇന്ന് ദുനിയാവിൽ നമ്മൾ മരിച്ചാലും നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരം കിട്ടണമെങ്കിൽ നമ്മുടെ മക്കൾ സ്വാലിഹാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് തന്നെ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിച്ച് വീട്ടിലുള്ള ഉമ്മമാരിലേക്ക് ഇന്ന് ഉസ്താദ് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികളെ ആലിമും സ്വാലിഹും നല്ല ഇൽമുള്ള, നല്ല അറിവുള്ള, നല്ല അദബുള്ള നല്ല കുട്ടിയാക്കി മാറ്റാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. റബ്ബ് തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മയും നല്ല ബുദ്ധിയും അല്ലാഹു കൊടുക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.